മിൻഹാ യക്സുറു സിനാ വയക്സുറു ഔലാദു അസ്സിനാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അവസാന കാലഘട്ടത്തിൽ നടക്കുകയും സമൂഹത്തിൽ നടമാടുകയും ചെയ്യുന്ന അടയാളങ്ങളിൽ പെട്ടതാണ് യക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിധങ്ങൾ പറഞ്ഞത് ഇന്ന് പുലർന്നിട്ടുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉറപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, വയക്സുറു ഔലാദു സിനാ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കുമേ, ജാരസന്താനങ്ങൾ അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് സുപ്രീം കോടതി പോലും ലാഘവത്തോടുകൂടി കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് പാസാക്കി കൊടുത്തതല്ലയോ വിവാഹേതര ലൈംഗിക ബന്ധം പ്രശ്നമല്ല. അയൽവക്കത്തെ കാക്ക വന്നിട്ട് സ്വന്തം ഭാര്യയെ അവന്റെ ഭാര്യ വന്ന് ബന്ധപ്പെട്ടിട്ട് പോയാൽ അല്ല കേസില്ല, രണ്ടുപേരും ഇഷ്ടപ്രകാരമാണ് എങ്കിൽ റാഹത്തായി. അതാണ് ഇപ്പോഴത്തെ വിധി അല്ലേ? ആർക്കൊന്നും പറയാൻ പറ്റൂല. വിവാഹേതര ലൈംഗിക ബന്ധം സ്വച്ഛന്തം വിഹരിക്കാം, ആർക്കും എവിടെയും കയറി ചെല്ലാം, ആരെയും പിടിക്കാം, ആ താത്താക്ക് സമ്മതം ഉണ്ടായാൽ മതി അല്ലേ? ഇപ്പോഴത്തെ സൗകര്യം അതാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും എന്താണ് ഇതിനെ പറ്റി പറയുന്നത്? വമിൻഹാ യക്സുറു സിനാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് വ്യഭിചാരം അധികരിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചാരം അധികരിക്കും ആദരവായ റസൂലുള്ളാഹി. മനസ്സിലായിക്കോ? നിസ്സാരമായി കാണരുത്, നമ്മൾ നിസ്സാരമായി കാണരുത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമല്ല. അങ്ങനെ ചില ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ചിലർ അങ്ങനെയാണ് കരുതുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പരസ്പരം അന്യപുരുഷന്മാര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതാണ് വ്യഭിചാരം. ഒരിക്കലുമല്ല. ഇസ്ലാമിക ദൃഷ്ടിയാൽ വ്യഭിചാരം അങ്ങനെയല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലൈനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നളുറു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. ആദരവായ റസൂലുള്ളാഹി പ്രവാചകൻ തുടങ്ങുന്നത് തന്നെ, ഹദീസിന്റെ തുടക്കം തന്നെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന വചനം കൊണ്ടാണ്. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ. ഈ ദുനിയാവിൽ ആദം സന്തതികളായി കടന്നുപോയിട്ടുള്ള ഏതൊക്കെ വ്യക്തികളുണ്ടോ, സമൂഹമുണ്ടോ, മനുഷ്യ മക്കളെ, മാനവ കുലമേ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വ്യഭിചാരത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇന്നല്ലാഹ കതബ അലാ ഇബ്നി ആദം നസീബഹു മിനസ് സിനാ മുദ്രികുൻ ലാ മഹാലത. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വ്യഭിചാരത്തിന്റെ അവസ്ഥാവിശേഷം കടന്നു വരുമേ. വ്യഭിചരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാതെ ജീവിതത്തിൽ ഒരു ആദമ സന്തതികളും കടന്നു പോകൂല എന്ന് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി. മുദ്രികുൻ ലാ മഹാലത, തീർച്ചയായും എത്തിക്കും, അത് നിസ്സംശയം സയ്യിദുനാ റസൂലുള്ളാഹി.
എന്താ ഈ പറഞ്ഞത്? വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം, അന്യ സ്ത്രീകളെ വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം ആദം സന്തതികളാകുന്ന ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തരും. ഇതിനെ പരീക്ഷണം അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതെപ്പോഴാണ് ഉസ്താദ് അവിടെ ഏറ്റവും തരുമായിരുന്നു കുറിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. ചിലവന്മാരിപ്പോ അത് പിന്നെ ജീവിച്ചത് നന്നായി. അങ്ങനെ ഒരു സാഹചര്യം കിട്ടുവാണെങ്കിൽ അത് റാഹത്താക്കണം. അള്ളാഹു ആക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും വ്യഭിചരിക്കാനുള്ള ഒരു സാഹചര്യം, ആരും ഇല്ലാത്തൊരവസ്ഥ, അങ്ങനെ ഒരു സാഹചര്യം റബ്ബ് ഒഴുക്കി തരും. നഊദുബില്ലാഹ്. അള്ളാഹു നമ്മളെ ആ സാഹചര്യത്തിൽ തൊട്ട് കാക്കട്ടെ. ഉണ്ടാവും, ജീവിതത്തിൽ ഉണ്ടാവും, ഒരിക്കലെങ്കിലും ഉണ്ടാവും. അതാണ് ഹദീസ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. ഹദീസാണ്, ഇത് ആർക്കും തള്ളാൻ പറ്റൂല. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എത്തിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഉറപ്പെടുത്തുകയാണ്, ഫൽഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അന്നളറൂ. രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകൾക്ക് വിചാരമുണ്ട് സാബ. കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്യ പെണ്ണിലേക്ക് നീ നോക്കുന്നുണ്ടോ? വിചാരത്തോടുകൂടിയുള്ള നിന്റെ നോട്ടമില്ലയോ? അത് കണ്ണിന്റെ വിചാരമാണ്. ശഫീയായ റസൂലുള്ളാഹി. ഇന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ചിന്തിക്കുന്ന സഹോദരങ്ങളുണ്ടോ? സഹോദരിമാരുണ്ടോ? എല്ലാവരും ടിക്ടോക്കിലൂടെ പരസ്പരം കളികോപ്പുകൾ കൊണ്ട് ജീവിതം നിറയ്ക്കുകയല്ലയോ? സിനിമാ ഡയലോഗുകൾ കൊണ്ട്, സിനിമാ പാട്ടുകൾ കൊണ്ട് ടിക്ടോക്കുകൾ നിറയ്ക്കുന്ന സമൂഹമല്ലയോ? അന്യ സ്ത്രീ പുരുഷന്മാരുമായി പരസ്പരം കാണാൻ കൊതിക്കുന്നതായ കോളേജ് കുമാരന്മാരും കുമാരിമാരുടെയും ലോകത്തല്ലയോ നമ്മൾ അധിവസിക്കുന്നത്? രാവിലെ സ്കൂളിലേക്ക് പോകുന്നത് തന്നെ അന്യ പെണ്ണിനെ കാണാനാണ്. രാവിലെ കോളേജിലേക്ക് കുളിച്ചൊരുങ്ങുന്നത് തന്നെ അന്യ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നുകരാനാണ്. ഫൽഐനാനി തസ്നിയാൻ. രണ്ട് കണ്ണുകൾ വിചരിക്കും സാബ, ഫസിനാകുമാ അന്നളറൂ. രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമായ നോട്ടമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിനെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഡെയിലി 2GB നെറ്റൊക്കെ ഉപയോഗിക്കുന്ന സഹോദര സഹോദരിമാർ, എന്താണ് നീ കണ്ടു തീർക്കുന്നത്? നീ തന്നെ നിന്റെ സ്വന്തം ശരീരത്തോടൊന്ന് ചോദിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും 2GB നെറ്റ് അല്ലേ ഉപയോഗിച്ച് തീർക്കാൻ 499-നും 399-നും ഒക്കെ ജിയോയ്ക്കൊക്കെ റീചാർജ് ചെയ്യുന്ന ചെറുപ്പക്കാരോട് സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, ഈ 1.5 GB 2 GB ഒക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ എന്തിനാണ് ചെലവഴിക്കുന്നത്? എന്ത് ഹൈറായ മേഖലയിലാണ് ചെലവഴിച്ചത്? വയല് കേൾക്കാനാണോ? ഇൽമു നുകരാനാണോ? എന്തെങ്കിലും മസാലകൾ സെർച്ച് ചെയ്യാനാണോ? ഒന്നുമല്ല. കുറെ സിനിമകൾ കാണണം, അശ്ലീലതകൾ കണ്ട് കണ്ണു നിറയ്ക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ദുനിയാവിൽ പാതിരാത്രി സമയത്ത് നെറ്റ് മുഖേന അശ്ലീലതകൾ കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ? സഹോദരിമാരില്ലയോ? ഖേദിക്കണേ, ദുഃഖിക്കണേ, പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്യണേ,
തൗബ ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മൻമല ഐനഹു ബിൽ ഹറാം, ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറയ്ക്കുന്നവരെ, ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറയ്ക്കുന്നവരെ, മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിന്നാർ, നാളെ നരകത്തിലെ വിറകുകൊള്ളികൾ കൊണ്ട് അവന്റെ കണ്ണുകളെ അല്ലാഹു നിറയ്ക്കുമേ, നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ട് രസിക്കുന്ന സഹോദര സഹോദരി, പാതിരാത്രി സമയം വരെ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് കണ്ണുകളെ നിറയ്ക്കുന്നതായ ചെറുപ്പക്കാരാ, കാമുകയുമായിട്ട് രഹസ്യമായ ഭാഷണം നടത്തി അയ്യമ്മയുടെ ചാറ്റിംഗ് നടത്തുന്ന മുസ്ലിമേ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. നാളെ ആഖിറത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ മുഖേന നിന്റെ കണ്ണുകൾ നരകത്തിന്റെ തീപ്പൊരി കൊണ്ട് നിറയ്ക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ മല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിന്നാർ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീനില്ലേ? ഉറക്കെ പറയും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് കണ്ണ് ശ്രദ്ധിച്ചോ, കണ്ണ് ശ്രദ്ധിച്ചോ. കണ്ണ് ഭയങ്കര ഭാഗ്യമുള്ള അവയവമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരും. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മുടെ കണ്ണിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലേ? കൊച്ചു കുട്ടികൾക്ക് പോലും കണ്ണടയാൻ എല്ലാവരും കണ്ണട വയ്ക്കുന്ന യുഗത്തിലേക്കാണ്. എന്താണ് അവസ്ഥ? ചിന്തിച്ചു നോക്കും. കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും. അല്ലാഹു ഖൈറായത് കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബ, കൈകൾക്ക് വിചാരമുണ്ട് സാബ. ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകളുടെ വിചാരം ഹറാമായ പിടുത്തമാണ്, പിടുത്തമാണ്. അന്യ പെണ്ണിന്റെ ശരീരഭാഷ കണ്ടുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് കൈ പോകുന്നുണ്ടോ, പൊങ്ങുന്നുണ്ടോ? ബസ്സിൽ കയറുമ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊടാൻ ആഗ്രഹം ജനിപ്പിക്കുന്നുണ്ടോ? അവളുടെ ശരീരത്തിലേക്ക് ട്രെയിനിൽ കയറിയപ്പോൾ നീ തൊട്ടിട്ടുണ്ടോ? ഏത് സ്ഥലത്ത് വെച്ചാകട്ടെ, ഏത് രാത്രിയിൽ വെച്ചാകട്ടെ, ഏത് പകലിൽ വെച്ചാകട്ടെ, നിന്റെ കൈ അത്തരത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈയുടെ വിചാരം ഹറാമായ പിടുത്തമാണ് ചെറുപ്പക്കാരായെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ സൂക്ഷിച്ചോ, കൈ സൂക്ഷിച്ചോ. വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കുടുംബക്കാരൊക്കെ ബന്ധുക്കളൊക്കെ കല്യാണത്തിന്റെ സുദിനത്തിൽ അതിന്റെ തലേന്നൊക്കെ വീടുകളിൽ വരും, വീടുകളിൽ വരും. അല്ലേ? എവിടെ കിടന്ന് ഉറങ്ങുന്നത്? ആരും ശ്രദ്ധിക്കുന്ന തന്നെ ഇല്ല. ചിലപ്പോ അട്ടിയിട്ട് ഉറങ്ങുകയാണ്. ഒരു റൂമിൽ തന്നെ 10 പേര് 12 പേര് ഒരുമിച്ച് കിടന്ന് ഉറങ്ങുക. പലതും സംഭവിക്കാം. ശ്രദ്ധിക്കണം. അത് കുടുംബനാഥന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ എല്ലാരും നെയ്ച്ചോറ് ഇറച്ചിയും കഴിച്ചായിരുന്ന അപ്പൊ ഈ കുലുക്കി സർബത്ത് അടിച്ച് കടന്നോ എന്ന് പറയലല്ല. അവർക്ക് കടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അവനവന്റെ വീട്ടിലോട്ട് പോവാ. ഒരു സെക്കൻഡ് മതി എന്തെങ്കിലും സംഭവിച്ചു പോകാൻ. കൊച്ചാപ്പയുടെ മകള്, മൂത്താപ്പയുടെ മകള്, മൂത്താപ്പയുടെ മോന് ഡിംഡോൾഫിയാക്കി ആഹത്തായി രാത്രിയിൽ കഴിഞ്ഞ്. പെണ്ണുങ്ങൾ തമ്മിൽ നടക്കാം, ആണുങ്ങൾ തമ്മിൽ നടക്കാം. അതൊക്കെ ഹദീസുണ്ട്, വിശദീകരിക്കാൻ സമയമില്ല. അതിലൊക്കെ പോയി ഒരുപാട് പോകും. അല്ലാഹു സാഹചര്യങ്ങൾ അത്തരത്തിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പുരുഷന്മാർ തമ്മിലും ഉണ്ടാകാം, സ്ത്രീകൾ തമ്മിലും ഉണ്ടാകാം. ഹദീസല്ലേ, നബിതകൾ പഠിപ്പിച്ചതല്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നികാഹുർ റജുലി അർറജുല വ നികാഹുൽ മർഅതി അൽ മർഅത. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മിനഹാ നികാഹുർ റജുലി അർറജുല
ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കണ്ടാൽ ആ ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബായ റസൂലുള്ളാഹി. പാശ്ചാത്യരുടെ ശൈലികൾ ദുനിയാവിൽ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരെ ലിവാത്തിന്റെ സമ്പ്രദായം കൊണ്ടുവരുന്നതായ ആളുകളില്ലയോ? ചെറുപ്പക്കാരാകുന്ന കുട്ടികളുടെ കൈവശം മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ റീചാർജ് ചെയ്തു കൊടുത്തിട്ടോ കടയുടെ പിന്നാമ്പുറത്തേക്ക് വിളിച്ചിരുത്തിക്കൊണ്ട് അശ്ലീലതകൾ ചെയ്തുകൊണ്ട് സായുജ്യമണിയെന്ന പ്രായം ചെന്നവരില്ലയോ? നിക്കാഹുർ റജുലി അർറജുലാ, ലോകാവസാനത്തിന്റെ അടയാളമാ പുരുഷന്മാര് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തുന്നത് കണ്ടാലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നല്ല വെളുത്തു തുടുത്ത കുണ്ടന്മാരെ ചുള്ളൻ ചക്കന്മാരെ കൊണ്ടുവന്ന് കടയുടെ പിന്നാമ്പുറത്ത് നിർത്തിയിട്ടോ അവരെ ഏതെങ്കിലും വീടിന്റെ കത്തളത്തിൽ കൊണ്ടുവന്ന് ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരെ ലിവാത്ത് നടത്തുന്ന പരിപാടിയില്ലയോ? പാടില്ല സഹോദര, പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ഹബീബുനാ റസൂലുള്ളാഹി. വനികാഹുൽ മർഅതി അൽ മർഅത, സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടമല്ലയോ? എത്രയോ ക്യാമ്പസുകൾ നടക്കുന്നുണ്ട്, എത്രയോ ഹോട്ടൽ റൂമുകൾ നടക്കുന്നുണ്ട്. മുസ്ലിം സഹോദരിമാര് തന്നെ സഹോദരിമാരുമായി ശാരീരിക ബന്ധത്തിൽ താല്പര്യം വെക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ ലോകാവസാനത്തിന്റെ അടയാളമാ നിക്കാഹുർ റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. ചിന്തിക്കണം, ചെറിയ കാര്യമല്ല. കല്യാണം നടക്കുന്നു, നിശ്ചയം നടക്കുന്നു, പരിപാടികൾ നടക്കുന്നു, റാത്തീബ് നടക്കുന്നു, മൗലൂദ് നടക്കുന്നു, ഒക്കെ കൂടുമ്പോ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടെന്താ നിക്കാഹ് വേണ്ട, ലാത്തീബ് വേണ്ട, മൗലൂദ് വേണ്ടെന്ന മുസ്ലിം പറഞ്ഞിട്ട് പോയെന്ന്? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മള് ഇങ്ങനെയുള്ള ചില കടത്തവും അതും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് ശ്രദ്ധിക്കണം, ചെറിയ വിഷയമല്ല അത്. നമ്മളോർക്കും കൊച്ചാപ്പാടെ മോനല്ലേ, കുഴപ്പമൊന്നുമില്ല, സൈഡി കടന്നോട്ടെ എന്ന് കരുതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. രാവിലെ ആകുമ്പോ തോർത്തുവിട്ട് പോകുന്നതാണ്. അള്ളാഹു കാക്കട്ടെ. അവിടെ ശ്രദ്ധിച്ചോ, ചെറിയ കാര്യമല്ല ഇതൊക്കെ, ഗൗരവത്തിൽ പറയണ്ടേ, ഇതൊക്കെ സാര കാര്യമല്ല. ചില കാര്യങ്ങൾ നമ്മൾ മൂടിയേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് ശ്രദ്ധിക്കണം. അതുകൊണ്ടല്ലേ 7 വയസ്സാകുമ്പോ തന്നെ കുട്ടികൾ എന്ത് ചെയ്യണം? നിസ്കരിക്കാൻ കൽപ്പിക്കണം, അല്ലേ? 10 വയസ്സായ കുട്ടിയെ നിസ്കരിച്ചില്ലെങ്കിൽ അവനെ അടിക്കണം. പറഞ്ഞെടുത്ത് കാണാം എന്ത് ചെയ്യണം? 10 വയസ്സായ കുട്ടികൾക്ക് കിടപ്പ പ്രത്യേകം മാറ്റി കൊടുക്കണം. കിടക്ക പ്രത്യേകം മാറ്റണം.